അതിന് പക്ഷേ ഹരിപത്തനാപുരം നടക്കുന്നുണ്ട്. ശരി ശരി എന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യുന്നില്ല? ശരി ശ്രീ ഹരിപത്തനാപുരം, ഇതിപ്പോ ഈ സമയത്ത് പുറത്തു വരുന്നത് ആരോ പാരമണിയാണ് എന്ന് പറഞ്ഞാൽ അത് വേറെന്തോ കൂടോത്രമാണ്. അപ്പോൾ ആ കൂടോത്രം ആയതുകൊണ്ട് ഈ വിഷ്വൽ പുറത്തു വന്നു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഇത് നമ്മൾ അറിയാത്ത എത്ര രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ട് കൂടോത്രം വെക്കുന്നുണ്ടാവും, കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടാകും. ഇതാണ് ജീവിതമെന്ന് കരുതുന്ന രാഷ്ട്രീയക്കാർ എത്ര പേരുണ്ടാവും ശ്രീ ഹരിപത്തനാപുരം? ഹാഷ്മി, ഒരുപാട് പേരുണ്ട് ഹാഷ്മി, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല. ഇതിൽ ഞാനൊരു രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം എനിക്ക് വളരെ തോന്നിയ ഒരു കാര്യം, സുധാകരൻ സാർ അദ്ദേഹം നല്ലൊരു വിശ്വാസിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ ഈ ഒരു കാര്യത്തിൽ, അദ്ദേഹം ശക്തനായ ഒരു നേതാവാണ്, എന്തിനേയും നേരിടാൻ പ്രാപ്തിയുള്ള ഒരു നേതാവാണ്. കേവലം ഒരു കൂടുപാത്രത്തിലേക്ക് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അമ്മായിയമ്മ മരുമകൾ അല്ലെ അമ്മായിയപ്പൻ മരുമകൻ അങ്ങനെയൊക്കെയുള്ള പോരുകൾ ഉണ്ടാകുമ്പോൾ കൂടുപാത്രം ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റിക്കാറുണ്ട്. ഇതിൽ ഈ കോൺഗ്രസിനുള്ളിലെ ഏതെങ്കിലും തരത്തിലുള്ള കലാപത്തെ കൂടുതൽ രൂക്ഷമാക്കാൻ ആരോ ഒരാൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ആ സുധാകരൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിതിലെ വിഷമം രാഷ്ട്രീയമായ കാര്യമല്ല ഹാഷ്മി. ഇപ്പൊ ഇതിന് താഴെ നിങ്ങൾ കമന്റ് പരിശോധിച്ചാൽ, ഇപ്പൊ ഞാനാണെങ്കിലും ശ്രീ രാഹുൽ ഈശ്വർ ആണെങ്കിലും പറഞ്ഞത് എന്താ, ഹിന്ദു ആചാരം അല്ല ഇതൊരു അനാചാരമാണ്. നമ്മൾ ഹിന്ദു ആചാരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഹാഷ്മി ഇത് സംസാരിക്കുന്നത്. ഇതിന്റെ താഴെ കമന്റ് നോക്കിയാൽ ഒരു വിഭാഗം ആളുകൾ, നിനക്കൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ വേറെ പണിക്ക് പൊക്കൂടെ. ഇവിടെയാണ് പ്രശ്നം. ഈ സുധാകരൻ സാറൊക്കെ ചെയ്തതാണ് ശരിക്കും വിശ്വാസമെന്നും ശരിക്കും ആചാരമെന്നും ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് പിന്തുണ കിട്ടാൻ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കൂ. നിങ്ങൾ താഴെ കമന്റ് പരിശോധിച്ചാൽ നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ വേറെ പണിക്ക് പൊക്കൂടെ. നമ്മൾ വിശ്വാസത്തിനെതിരല്ല പറഞ്ഞത്. ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ പറയുന്നത് പോലെയുള്ള അനാചാരങ്ങളല്ല ഇതിലൂടെ പറയുന്നത്. എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ ആചാരങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൽ പാവപ്പെട്ട ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ആരോ പണം അടിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ഏറ്റവും തമാശ, ഈ മനുഷ്യന്റെ ഇന്ന് എത്രയോ പൈസ ഈ പറയുന്ന ആള് മേടിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഈ കൂടുപാത്രം എടുത്ത ആള് മേടിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയി മേടിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് കണ്ടെത്തണമെങ്കിൽ സുധാകരൻ സാർ ധൈര്യപൂർവ്വം ഒരു പരാതി കൊടുക്കുക. കാരണം ഇത് വെച്ചത് ആരാണെന്ന് ഒരു പരാതിയിലൂടെ അന്വേഷണത്തിലൂടെ കണ്ടെത്താം. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ഇത് എടുത്ത ആളെ ചോദ്യം ചെയ്യും. അപ്പൊ ഇതിന്റെ കല്ലും നെല്ലും പതിരും ഒക്കെ വരും പുറത്ത്. വി എം സുധീരന്റെ കാര്യത്തിലും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് കേട്ടു. ഇതിപ്പോ രാജ്മോഹൻ ഉണ്ണിത്താനോടാണ് കെ സുധാകരൻ പറയുന്നത്. ഹരി, ഇത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരാണ്. ഇപ്പൊ കോമണ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടേക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാകാം ശ്രീ ഹരിപത്തനാപുരം? ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നേതാവാണ്, നല്ല പ്രാസംഗികനായിട്ടുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോടൊരു വിഷമം തോന്നിയ കാര്യം, കുറച്ചു മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടുപാത്രം ഉണ്ടോ ചോദിച്ചു. വിശ്വാസിയാണെന്ന് പറഞ്ഞ എല്ലാം ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കൂടുപാത്രത്തെയൊക്കെ ഞാൻ നിഷ്പ്രഭമാക്കിയത് കൊണ്ടല്ലേ ഞാൻ ജയിച്ചതെന്ന്. പക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ആ മഹാനായ മനുഷ്യൻ ജയിച്ചത് അങ്ങനെയല്ല. അദ്ദേഹത്തെ ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടും അദ്ദേഹത്തെ ജനങ്ങൾ പിന്തുണച്ചത് കൊണ്ടും ജനങ്ങൾക്ക് വിശ്വാസം നേടിയെടുത്തത് കൊണ്ടുമാണ്. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു വിശ്വാസിയാണ് ഹാഷ്മി. വിശ്വാസികളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ഇടനിലക്കാരുണ്ട്. അത് ശ്രീ രാഹുൽ ഈശ്വറിനും അറിയാം, എനിക്കും അറിയാം. കാരണം ഞങ്ങൾ വിശ്വാസത്തിനുള്ളിൽ നിൽക്കുന്നവരാണ്. ആ ഇടനിലക്കാരായ ക്രൂരന്മാർ ഇത് വലിയ ആളുകളായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ ഇവർ നശിപ്പിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു നിലപാടെടുക്കണം. രാഹുൽ ഈശ്വർ എന്ത് പറയാനുണ്ട്? പറഞ്ഞാട്ടെ. പറയൂ. ഒരു വരി കൂടെ ഹാഷ്മിക്ക് ഓർമ്മ കാണും. നമ്മുടെ കന്നഡയിലെ ജയമാല എന്ന നടിയുടെ വീട്ടിൽ പോയി ഇവിടത്തെ ഒരു സോക്കോൾഡ് ഇതേപോലൊരു ദിവ്യൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, നിങ്ങൾ അതിനകത്ത് കയറിയെന്ന്. എന്നിട്ട് ആ പാവ സ്ത്രീയെ ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് എഴുത്തെഴുതിപ്പിച്ചാണ് ഇയാളുടെ ഈ 100 കോടി രൂപയുടെ പ്രോജക്റ്റ് ശബരിമലയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത്. ഇങ്ങനെയുള്ളവരല്ല, ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. എനിക്ക് അയ്യപ്പനിൽ അഗാധമായ വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളാരും പറ്റിപ്പോ ചൂഷണത്തിനോ നിൽക്കുന്നവരല്ല. അങ്ങനെ നിൽക്കുന്നവരെ തടയാനും തളയ്ക്കാനും തമ്മിലൊരു മെക്കാനിസം ഇല്ല. അപ്പൊ അനിൽകുമാർ സാർ ഞങ്ങളെ രണ്ടിനെ ഒരുപോലെ കാണരുത്. ഞാനും അനിൽകുമാർ സാറും 100 വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിച്ച് ക്രിമിനൽ കുറ്റം ചെയ്തവർ, സാമ്പത്തിക കുറ്റം ചെയ്തവർ, അങ്ങനെ വേറൊരു വിഭാഗമുണ്ട്. അപ്പം വിശ്വാസികളെല്ലാം മോശമാണ്, ഞങ്ങൾ സഹിക്കുകയാണ് എന്നല്ല. അന്ധവിശ്വാസികളുണ്ട്, അവയിൽ ക്രിമിനലുകളുണ്ട്, ആസാറാം ബാപ്പുമാരുണ്ട്. അവരെ നിങ്ങൾ വേർതിരിച്ചറിയുന്നില്ല ഞങ്ങളിൽ നിന്ന്. അതാണ് ഞങ്ങളുടെ വിഷമം.